ക്വസ്റ്റ്യൻ പേപ്പർ 77/2014. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയ്തർ ഹി നോർ ഹിസ് ഫ്രണ്ട് അറൈവ്ഡ്. നെയ്തർ ഹി നോർ ഹിസ് ഫ്രണ്ട് അറൈവ്ഡ്. ഇതിൽ നെയ്തറും നോറോ പറഞ്ഞിരിക്കണം. കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ രണ്ടാമത്തെ എടുക്കുന്നുണ്ട്, ഫ്രണ്ട്. ഇതിലിപ്പോൾ ഏതെടുത്താലും ഉത്തരം ഒന്ന് തന്നെ വരിക. ഓക്കെ, ഇതിൽ രണ്ടാമത്തെ സെക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്, ഹിസ് ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് വന്നുകൊണ്ട് സിംഗുലറാണ് വരിക. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഒഴിവാക്കാം. ഏത് ഹാവ് ഒഴിവാക്കാം. ഇനി വേറെ മൂന്നെണ്ണം നോക്കാം. വാസാണോ ഈസാണോ ഹാസാണോ വരിക. ഇനി നമുക്ക് അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ തേർഡ് V3 ഫോമാണ് തന്നിരിക്കുന്നത്, അറൈവ്ഡ്. അപ്പോൾ V3 വരണമെങ്കിൽ നമുക്ക് ഈസും വാസും ഹാസും എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ V3 വന്നതുകൊണ്ട് ഇത് പാസീവ് വോയിസും അല്ല. പാസീവ് വോയിസ് അല്ല എന്ന് പറയുമ്പോൾ ഈസും ഒഴിവാക്കാം, വാസും ഒഴിവാക്കാം. കാരണം വാസ് അറൈവ്ഡ് ഈസ് അറൈവ്ഡ് വരില്ല, അത് പാസീവിലെ വരാറുള്ളൂ. ഇത് പാസീവ് വോയിസ് അല്ല. അപ്പോൾ ഇത് ഹാസാണ് വരിക, ഹാസ് അറൈവ്ഡ് എന്നാണ് വരിക. ഹാസ് കഴിഞ്ഞാൽ പിന്നെ V3 ഫോമാണ് സാധാരണ ഉപയോഗിക്കാറ്. പാസീവ് ആണെങ്കിൽ മാത്രമാണ് ഈസും വാസും വന്നു കഴിഞ്ഞാൽ V3 ഫോം ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മേരി ഡാഷ് ഐ മെറ്റ് യെസ്റ്റർഡേ കോൾഡ് മീ ബാക്ക്. മേരിയെ പറഞ്ഞിരിക്കുന്നത്. മേരിനെ പറഞ്ഞ കാരണം നമുക്കറിയാം ഇവിടെ ഹൂവോ ഹുമ്മോ ആണ് വരിക. ഹുമോ ഹും, ഹും ഹുവോ, പിന്നെ ഹൂസും വരാം കേട്ടോ, ഹൂസും വരാം. ഇവിടെ തന്നിട്ടുള്ളത് പ്രോനൗണാണ്. ഓക്കെ, പ്രോനൗണാണ്. പ്രോനൗൺ ആയതുകൊണ്ട് ഹുമ്മ വരും. ഓക്കെ, പിന്നെ വായിക്കുമ്പോൾ ഫ്ലോയിൽ വരും. മേരി ഹും ഐ മീറ്റ് യെസ്റ്റർഡേ കോൾഡ് മീ ബാക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എവറിബഡി വാണ്ട്സ് ടു ബി ഹാപ്പി. ഇതിൽ എവറിബഡിയാണ് തന്നിരിക്കുന്നത്. എവറിബഡി ക്വസ്റ്റ്യൻ ടാഗാണ്. വാണ്ട്സ് എന്ന് പറയുമ്പോൾ പ്രസൻ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡു ഡസ് ആണ് എടുക്കുക. ഡസ്, പിന്നെ എവറിബഡിക്ക് വരെ ദേ എടുക്കുക. ഈ ദേ എടുക്കുമ്പോൾ നമ്മൾ ഡസ് ഉപയോഗിക്കാൻ പാടില്ല, ഡു ആയിരിക്കണം. പിന്നെ നെഗറ്റീവ് ഫോം ഡോണ്ട് ദേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഷീ മെയ്ഡ് മീ. ഷീ മെയ്ഡ് മീ, ഷീ മെയ്ഡ് മീ, അത് ഇത് ഉദ്ദേശിക്കുന്നത് അവൾ എന്നെ ഇരുത്തി എന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മളിതിൽ ഇരുത്തുവാൻ എന്നല്ല, എന്തായാലും ഇത് വരില്ല. സിറ്റിൻ്റെ ഇതും വരില്ല. ഇതിൽ രണ്ടെങ്കിലും ഡൗട്ട് വരാം. സാധാരണ സെൻറ്റൻസ് ഉപയോഗിക്കുക. ഷീ മെയ്ഡ് മീ സിറ്റ് ഡൗൺ. ഷീ മെയ്ഡ് മീ സിറ്റ് ഡൗൺ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ ഐ റീച്ച്ഡ് ദർ ദേ. ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും വെൻ ഐ റീച്ച്ഡ് ദർ ദേ ഹാഡ്, ഇതൊരു പഠിക്കുന്ന സെൻറ്റൻസാണ്. നമ്മളവിടെ എത്തിയപ്പോഴേക്കും അവർ പോയി. ദേ ഹാഡ് ലെഫ്റ്റ്. വെൻ ഐ റീച്ച്ഡ് റെയിൽവേ സ്റ്റേഷൻ ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ് എന്നൊക്കെ പറയാം. ദേ ഹാഡ് ഗോൺ ആണ് വരിക. ഓക്കെ, ദേ ഹാഡ് ഗോൺ. പിന്നെ പ്രസൻറ്റ് ഇതൊക്കെയാണ്. ഹാവ് ബീൻ ഗോൺ, പിന്നെ ഹാഡ് ബീൻ, അത് ഹാഡ് ഗോണാണ് വരിക. ഓക്കെ, ക്വസ്റ്റ്യൻ, യുവർ ബോസ് വുഡ് കൺസിഡർ യു. യുവർ ബോസ് വുഡ് കൺസിഡർ, ഇവിടെ വുഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇഫ് ഉപയോഗിക്കേണ്ടത് എന്താണ്? പാസ്റ്റിലാണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ പാസ്റ്റിൽ ഉപയോഗിക്കേണ്ടത് നമുക്ക് നോക്കാം. യു ആർ വരില്ല, യു ഹാവ് ബീനും വരില്ല, അതൊക്കെ പ്രസൻ്റ് ആണ്. പിന്നെ യു വരെ യു ഹാഡ് ബീൻ പങ്ക്ച്വലാണ്. പിന്നെ യു ഹാഡ് ഉപയോഗിച്ച് വുഡ് ഹാവ് വരണം നമുക്കറിയാം. യു ഹാഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വുഡ് ഹാവ് വരണം. അപ്പോൾ യു വെർ പങ്ക്ച്വൽ. ഇഫ് യു വെർ പങ്ക്ച്വൽ യുവർ ബോസ് വുഡ് കൺസിഡർ യു. നിങ്ങൾ പങ്ക്ച്വൽ ആയാലാണ് നിങ്ങളെ ബോസ് കൺസിഡർ ചെയ്യുമായിരുന്നു. പങ്ക്ച്വലായിരുന്നെങ്കിൽ നിങ്ങളെ ബോസ് കൺസിഡർ ചെയ്യുമായിരുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഹി പ്രൊഡ്യൂസ്ഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ടു അബ്സ്റ്റെയിൻ. ഇത് പഠിച്ചു വെക്കണം. അബ്സ്റ്റെയിൻ്റെ കൂടെ ഏത് വിട വരികയെന്ന്. ഹി പ്രൊഡ്യൂസ്ഡ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ടു അബ്സ്റ്റെയിൻ ഫ്രം ആണെന്ന് വരിക. അബ്സ്റ്റെയിൻ ഫ്രം.
ഡ്യൂട്ടീസ്. വിട്ട് നിൽക്കുക. ഓക്കെ, സ്റ്റൈൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തു, ഡ്യൂട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വൺ ഓഫ് ദ വുമൺ ഇൻ ദ സിറ്റി ഹു വോൺ ദ അവാർഡ് വാസ് മൈ ഫ്രണ്ട്. ഇതിൽ റോങ് സെൻറ്റൻസ് കാണാൻ പറഞ്ഞിരിക്കണം. ഓക്കെ, വൺ ഓഫ് ദ വുമൺ ഇൻ ദ സിറ്റി ഹു വോൺ ദ അവാർഡ് വാസ് മൈ ഫ്രണ്ട്. എൻ്റെ ഫ്രണ്ടിനായിരുന്നു അവാർഡ് കിട്ടിയത്. ഓക്കെ, സിറ്റിയിൽ. അത് വൺ ഓഫ് ദ വുമൺ നമ്മൾ പറയുമ്പോൾ സാധാരണ ഒരു വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ് പറയാം. പ്ലൂരലാണ് ഉപയോഗിക്കുക, വൺ ഓഫ് ദ സ്റ്റുഡൻസ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വുമൺ. ഇപ്പോൾ വുമൻ അതാണ് പ്ലൂരൽ, ഇതിൻ്റെ വുമൻ എന്നാണ്. ഓക്കെ, അപ്പോൾ അതാണ് തെറ്റ്. എ ആണ് തെറ്റ്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഇത് എക്സാമ്പിൾ ആലോചിച്ചാൽ മതി, അപ്പോൾ പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഇതിൽ വൺ ഓഫ് കഴിഞ്ഞാൽ പ്ലൂരൽ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. പിന്നെ വെർബ്, ഓക്സിലറി ഇതൊക്കെ സിംഗുലർ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ്, അങ്ങനെ പറയാം. വൺ ഓഫ് ദ സ്റ്റുഡൻസ് ഈസ്. ഓക്കെ, വൺ ഓഫ് ദ ബോയ്സ് കംസ് ഹിയർ. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. ഡാഷ് യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ. എന്നെ അറിയിക്കണം എവിടേക്ക് പോകണമെന്ന്. ഓക്കെ, എവിടെ പോയാലും എന്നെ അറിയിക്കണം, അങ്ങനെയാണ് പറയാം. അപ്പോൾ ഇതിൽ ഹൂ എവർ, വാട്ട് എവർ, വേർ, വേർ എവർ ഇത് പെട്ടെന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം അറിയണമെങ്കിൽ വെച്ചാൽ ഹൂ എവർ എന്ന് പറഞ്ഞാൽ ആര് തന്നെ ആയാലും ഹൂ എവർ, യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ ഇങ്ങനെ നമ്മൾ പറയില്ല. ആര് തന്നെ ആയാലും എന്നെ അറിയിക്കണം പോകുമ്പോൾ. വാട്ട് എവർ എന്ത് തന്നെ ആയാലും, എന്ത് തന്നെ യു ഗോ അങ്ങനെ പറയില്ലല്ലോ, ആലോചിച്ചാൽ മതി. വേർ യു ഗോ പിന്നെ സാധാരണ ഇപ്പോൾ വേറെവർ എവിടെ പോയാലും, വേറെവർ എവിടേക്ക് പോവുകയാണെങ്കിൽ എന്നെ അറിയിക്കണം. വെറെവർ യു ഗോ പ്ലീസ് ലെറ്റ് മീ നോ. ഓക്കെ, ഞാൻ അറിയണം. അടുത്ത ക്വസ്റ്റ്യൻ. ദ പാസീവ് ഫോം ഓഫ് ദേ ഹാവ് അറസ്റ്റഡ് ദ തീഫ് ഈസ്. ഇതിൻ്റെ പാസീവ് ഫോമാണ് ചോദിച്ചിരിക്കുന്നത്. ദേ ഹാവ് അറസ്റ്റഡ് ദ തീഫ് ഈസ്. ഇത് ഓപ്ഷൻ നമുക്ക് നോക്കാം. ദേ ഹാവ് അറസ്റ്റഡ് ദ തീഫ് ഈസ്. അപ്പോൾ നമ്മൾ എന്തായാലും ദ തീഫാണ് ആദ്യം എടുക്കുക. എല്ലാത്തിലും അത് എടുത്തിട്ടുണ്ട്. ദ തീഫ്, പിന്നെ നമ്മൾ ഈ വെർബ് ഹാവ് എടുക്കണം. ദ തീഫ് എന്ന് വയ്ക്കുമ്പോൾ നമുക്കറിയാം ഇത് സിംഗുലറാണ്. അപ്പോൾ നമ്മൾ സിംഗുലർ സബ്ജക്റ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ദ തീഫ് ഹാവ് ഉപയോഗിക്കില്ല, പിന്നെ ഹാസ് ഉപയോഗിക്കുള്ളൂ. പിന്നെ പാസ്റ്റും അല്ല, പാസേജിൽ തിരിച്ചെടുക്കുമ്പോൾ പാസ്റ്റ് എടുക്കാറില്ല. അപ്പോൾ എന്തായാലും പാസ്റ്റ് അല്ല എന്നറിയാം. ഹാഡ് ഇത് തെറ്റാം, ഹാഡ് വരുന്നത് പ്രസൻറ്റ് തന്നെ എടുക്കുള്ളൂ. പിന്നെ ഇതിലും പാസ്റ്റാണ്, തെറ്റാണ്. പിന്നെ ഹാവ് ബീനോ ഹാസ് ബീനോ ആണെന്ന് ഡൗട്ട്. അപ്പോൾ ഇതിൽ ഹാവ് ബീൻ അല്ല, ഓക്കെ ഹാസാ വരിക തീഫ് വേണ്ടിയിട്ട്. ഇപ്പോൾ സിമ്പിളായിട്ട് ഇവിടെ തന്നെ കിട്ടും. ദ തീഫ് ഹാസ് ബീൻ അറസ്റ്റഡ് ബൈ ദം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡോക്ടേഴ്സ് കുഡ് ഡാഷ് ദ പ്രോബ്ലം ഈസിലി. ഓക്കെ, ദ ഡോക്ടേഴ്സ് കുഡ്, ഇത് സിമ്പിൾ, ഇത് വായിക്കുമ്പോൾ കിട്ടുന്നതാണ്, സിമ്പിളായിട്ട് എടുക്കേണ്ടത്. ഡോക്ടർ കുഡ്, പിന്നെ സിമ്പിൾ കുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ V1 ഫോം സാധാരണ എങ്ങനെയാണോ ഉപയോഗിക്കുക അതുപോലെ ഉപയോഗിച്ചാൽ മതി. ദ ഡോക്ടേഴ്സ് കുഡ് ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം ഈസിലി. ഓക്കെ, പിന്നെ അടുത്ത് ദ പ്ലൂറൽ ഓഫ് അലുമിന. അലുമിനയുടെ പ്ലൂറലാണ്, അലുമിനയുടെ പ്ലൂറൽ. ഇത് കുറച്ച് കൺഫ്യൂഷനായിട്ടുള്ള ഭാഗമാണ്. അലുമിന എന്ന് പറയുമ്പോൾ ഒരു ഫീമെയിൽ ഗ്രാജുവേറ്റിനെ പറയുന്നതാണ്. ഒരു ഫീമെയിൽ ഗ്രാജുവേറ്റിനെ അലുമിന എന്ന് പറയും. ഓക്കെ, സാധാരണ നമ്മൾ അലുമിനി എന്ന് പറയുന്നത്, അലുമിനിയാണ് പ്ലൂരൽ. പക്ഷേ ഇത് അലുമിനി പറയുന്നത് മെയിലിനും ഫീമെയിലിനും പറയുന്ന പ്ലൂരലാണ് അലുമിനി. ഓക്കെ, ഇവിടെ അലുമിന എന്ന് പറയുന്നത് ഫീമെയിൽ ഗ്രാജുവേറ്റാണ്. അപ്പോൾ ഇതിന് ഫീമെയിൽ പ്ലൂരൽ എന്ന് പറഞ്ഞാൽ അലുമിനി എന്നാണ്. ഓക്കെ, അലുമിനി. ഇതിൽ വേറെ പറയുകയാണെങ്കിൽ അലുമിനസ് എന്ന് പറഞ്ഞാൽ മെയിൽ ഗ്രാജുവേറ്റാണ്, അലുമിനസ്. ഓക്കെ, ഇതിൻ്റെ അലുമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനി എന്നാണ് പറയാറുള്ളത്. ഇത് പഠിച്ചാൽ മതി. അലുമിന പറഞ്ഞാൽ അലുമിനി. ഓക്കെ, അലുമിനി അടിക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ.
സിനോണിം ഓഫ് ചൈൽഡ്. ചൈൽഡിൻ്റെ മീനിങ് ഒരേപോലെ വരുന്നത്. ചൈൽഡിൻ്റെ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുക. സ്കോൾഡാണ് ചൈൽഡിൻ്റെ. ചൈൽഡ് സ്കോൾഡ് എന്ന് പറഞ്ഞാൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ ശകാരിക്കുക എന്നൊക്കെ അർത്ഥം. സ്കോൾഡ് പേടിപ്പിക്കുക, ഭീഷണിപ്പെടുത്തുക, ശകാരിക്കുക അങ്ങനെയൊക്കെ വരും. ഫൈൻഡ് ഔട്ട് കറക്റ്റ് സ്പെല്ലിങ്. ഇതിൽ കറക്റ്റ് സ്പെല്ലിങ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബോറിയ യു ക്രൈസി അങ്ങനെ പഠിച്ചാൽ മതി. ബി യൂറിയ അങ്ങനെയും പഠിക്കുക. ബി യൂറിയ യു ക്രൈസി, ബി യൂറിയ യു ക്രൈസി ഇങ്ങനെ പഠിച്ചാൽ എളുപ്പമാണ്. ബി യൂറിയ യു ക്രൈസി. അപ്പോൾ ഇതിൽ ഏതാന്ന് നോക്കാം. ബി യു റിയ യു ക്രൈസി. ഓക്കെ, ഇതാണ് ഉത്തരം ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ന്യൂ MP ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ എസ്റ്റർഡേ. അപ്പോൾ ഇതിനെല്ലാം ഫ്രേസൽ വെർബ് പറഞ്ഞാൽ എളുപ്പമാണ്. പിന്നെ ഇതിന് ഫ്രേസൽ വെർബുകൾ പറയാം. ദ ന്യൂ എം പി ഡാഷ് ദ പ്രൈം മിനിസ്റ്റർ എസ്റ്റർഡേ. കാള് ഡൗൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ ആണ്. ഓക്കെ, വിസിറ്റ് എ പേഴ്സൺ. കാൾഡ് അറ്റ് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് ആണ്. പ്ലേസ് ഇതാണെങ്കിൽ പേഴ്സൺ ആണ്, ഇതാണെങ്കിൽ പ്ലേസ് ആണ്. പിന്നെ ഗോട്ട് ഓൺ പറഞ്ഞാൽ കെറ്റോൺ തന്നെ, കണ്ടിന്യൂ, പ്രോഗ്രസ്, മുന്നോട്ട്, ഇതാണ്. ഗോട്ട് അറ്റ് പറഞ്ഞാൽ കേട്ടിട്ട് അത് എത്തിച്ചേരുക അല്ലെങ്കിൽ അറ്റാക്ക് ഉണ്ട്, ഇതെല്ലാം വരും. ഓക്കെ, അറ്റാക്ക്. അപ്പോൾ ഇതിൽ ന്യൂ MP ഇതിൽ വരിക, ഇത് ന്യൂ MP പ്രൈം മിനിസ്റ്റർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു വിസിറ്റ് ഒരാളെ കാണുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ കാള അറ്റല്ല, അതെന്തായാലും ആലോചിക്കുന്നത്. കാള അറ്റെന്ന് പറഞ്ഞാൽ പ്ലേസ് ആണ്. ഓക്കെ, കാളുടെ ഓണാ വരിക കേട്ടോ, കാളുടെ. അടുത്ത ക്വസ്റ്റ്യൻ. ഹീസ് ബെനവലൻറ്റ് ദോ ഹിസ് ഫാദർ ഈസ്. ഓക്കെ, ഹീസ് ബെനവലൻറ്റ്. അവൾ ബെനവലൻ്റ് ആണ്. ബെനവലൻ്റ് എന്ന് പറഞ്ഞാൽ പരോപകാരി, അങ്ങനെ പറയാം. ഹിസ് ബെനവലൻറ്റ്. എന്നിരുന്നാലും ഹിസ് ഫാദർ ഈസ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ വരേണ്ടത്. ഓക്കെ, ഓപ്പോസിറ്റ് ആയിരിക്കും വരേണ്ടത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് വന്നിട്ട് മെലവലൻ്റ് എന്നാണ്. ബെനവലൻ്റ് ഓപ്പോസിറ്റ് ആൻറ്റോണിയം, അതാണ് വരേണ്ടത്. ഓക്കെ, ദോ ഹിസ് ഫാദർ ഈസ് മെലവലൻ്റ്. അയാൾ പരോപകാരിയാണെങ്കിലും അച്ഛൻ അല്ല എന്നുള്ള അർത്ഥം വരുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഹീ ആൾവേസ് മേക്സ് കാസിൽ ഇൻ ദ എയർ. ആകാശത്ത് കൊട്ടാരം കിട്ടാന്ന് പറയും. അപ്പോൾ അതിലെന്താണ് ഇതിൽ? ഓക്കെ, ആകാശത്ത് കൊട്ടാരം കിട്ടുക. ഇതിന് നമ്മൾ എപ്പോഴും പറയാറ് നടക്കാത്ത കാര്യങ്ങളാണ്. ഹി യൂസ് ടു മേക്ക് കാസിൽസ്. ഇതെന്തായാലല്ല, കെട്ടാറുണ്ട് കൊട്ടാരം. ഹി വുഡ് ഡ്രീം ഓഫ്. ചിന്തിക്കുമായിരുന്നു ആകാശത്ത് കൊട്ടാരം കെട്ടുന്നത്, സ്വപ്നം കാണുമായിരുന്നു. ഹി ഓഫൻ എപ്പോഴും സ്വപ്നം കാണുമായിരുന്നു ഉണ്ടാക്കുന്നത് ആകാശത്തിൽ, അതല്ല. ഹി ഓഫൻ ഡ്രീംസ് ഓഫ് തിങ്സ് ഇമ്പോസിബിൾ. നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണുമായിരുന്നു, അതാണ്. എപ്പോഴും നടക്കാത്ത കാര്യങ്ങൾ സ്വപ്നം കാണും. ഓക്കെ, ഹി ഓഫൻ ഡ്രീം ഓഫ് തിങ്സ് ഇമ്പോസിബിൾ ടു ഹാപ്പൻ. അടുത്ത ദിവസം. ഗിവ് വൺ വേർഡ് ഫോർ കോസ് ടു ഫീൽ ഷെയിം. കോസ് ടു ഫീൽ ഷെയിം. കോസ് ടു ഫീൽ ഷെയിം ലജ്ജ, മടി തോന്നാൻ ഇടയാക്കുക, ലജ്ജ തോന്നാൻ ഇടയാക്കുന്നത് എന്താണെന്ന്. ഓക്കെ, ഇതിൽ ഓപ്ഷൻ ഇതിൻ്റെ മോട്ടിഫൈ എന്ന് പറഞ്ഞ അർത്ഥമാണ് മോശമായി കാണിക്കുക, അല്ലെങ്കിൽ അപമാനിക്കുക, അല്ലെങ്കിൽ നാണം തോന്നിക്കുക, അതൊക്കെ മോർട്ടിഫൈ ആണ്. ഓക്കെ, പിന്നെ ഇതിൽ വേറെ വേണ്ടതെന്ന് ചോദിക്കാറില്ല അവർ. ഇത് ആൻറ്റോണിം ഓഫ് ഫോർച്യൂൺ. ഫോർച്യൂണിൻ്റെ ആൻറ്റോണിം. ഓക്കെ, ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നാണ്. ഭാഗ്യക്കേട്, ഭാഗ്യമില്ലാത്ത, ലക്കില്ലാത്ത. ഇതിൽ സാധാരണ ഉപയോഗിക്കാറ്, ഇത് പെട്ടെന്ന് കിട്ടുന്നതാണ്. മിസ്ഫോർച്യൂണാണ് സാധാരണ ഉപയോഗിക്കാറ്.
സാധാരണ ഉപയോഗിക്കുമ്പോൾ കിട്ടും. മിസ് ഫോർച്യൂൺ. അടുത്ത ദിവസം ദ ഫെമിനൈൻ ജെൻഡർ ഓഫ് മിൽക്ക് മാൻ. ഓക്കെ, മിൽക്ക് മാൻ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. മിൽക്ക് മെയ്ഡ് ഭക്ഷണത്തിലൊക്കെ മിൽക്ക് മെയ്ഡ് മേടിക്കാൻ കിട്ടുമല്ലോ, എളുപ്പത്തിൽ കിട്ടും. മിൽക്ക് മെയ്ഡാണ് സാധാരണ. മിൽക്ക് മാൻ എന്ന് പറഞ്ഞാൽ മിൽക്ക് മെയ്ഡ് ഫേമസ് ആണ് കുറച്ച്. ഓക്കെ, ഇതൊന്നും വരില്ല. മിൽക്ക് ലേഡി, മിൽക്ക് ഗേൾ, മിൽക്ക് വുമൻ, മിൽക്ക് മെയ്ഡ് എന്നാണ്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് കഴിഞ്ഞു. താങ്ക് യു.